ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുടെ റെസിപ്പി കോവക്കാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കാം. ട്രീറ്റ്സ് ഇൻഫെക്ഷൻസ്, കൺട്രോൾ ബ്ലഡ് പ്രഷർ, ആൻറ്റി അൾസർ പ്രോപ്പർട്ടീസ്, ഹൈപ്പോഗ്ലൈസമിക് കപ്പാസിറ്റി, വെയ്റ്റ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ക്യൂർസ് ഡിസീസസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അലർജീസ്, പ്രിവെൻറ്റ്സ് കിഡ്നി സ്റ്റോൺസ്. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇപ്പം നമ്മൾ ഈ കോവക്കനെ നന്നായിട്ട് 3-4 വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സ്ലൈസായിട്ട് മുറിച്ചിട്ട് എടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ റൗണ്ടായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് സ്ലൈസാക്കി എടുക്കാം. ഞാൻ ഇത്രയും തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ തിന്നായിട്ടോ അല്ലെങ്കിൽ തിക്കായിട്ടോ വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇത് സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ കോവക്കായെല്ലാം നമുക്ക് ആ ബൗളിൽ ട്രാൻസ്ഫർ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ കോവക്ക എടുക്കുക. ഒരു 300 ഗ്രാംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ എരിവ് കൂട്ടോ കുറയ്ക്കോ ചെയ്യുക. ഇത് മല്ലിപ്പൊടിയാണ്, കോറിയാണ്ടർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഹെൽത്തിന് വളരെ നല്ലതാണ്. സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഏതാ ഓയിൽ യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പാനിൽ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നത് എല്ലായിടത്തും ഓയിൽ ഒന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ എന്നാണ് ഇതുപോലെ ഞാൻ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ കോവക്ക എല്ലാം ഒന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കണേ, നന്നായിട്ട് പരത്തി കൊടുക്കണേ. ഈ ഓയിൽ തന്നെ ഇത് നന്നായിട്ട് റോസ്റ്റായി വരണോ. ഇത് കുറച്ച് ടൈം എടുക്കൂ. സിം ടു മീഡിയമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇത് നന്നായിട്ട് പാൻ ഹീറ്റായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നമുക്ക് ഓയിൽ പോരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതായത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടില്ല, റോസ്റ്റ് ആവുന്ന സ്റ്റേജിലാണ്. ഇനി ഒരു 5-10 മിനിറ്റ്സ് ആവും ഇത് റോസ്റ്റ് ആവാൻ. നിങ്ങൾക്ക് ഓയിൽ പോരാൻ തോന്നി നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് പാൻ ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡാക്കി കൊടുത്താൽ എല്ലായിടത്തും ഈവനായിട്ട് കുക്കാവും. ഇത് നന്നായിട്ട് റോസ്റ്റ് ആവും. നിങ്ങൾക്ക് ഇത്രേ റോസ്റ്റായി മതിയെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുറച്ച് റോസ്റ്റ് ആയെങ്കിൽ ഇനി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി ഒരു 5 to 10 മിനിറ്റ്സ് വரைക്കും റോസ്റ്റ് ആക്കാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നിങ്ങൾക്ക് ഓയിൽ പോരാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ ഷെയർ ചെയ്യണേ. ഇതാ നമ്മളുടെ ടേസ്റ്റി അടിപൊളി കോവക്ക റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. കേർഡ് റൈസ്, സാമ്പാർ, ചോറ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ഇത് വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള അവർ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കുക. ഇത് ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.